ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. 3 ദിവസം കൊണ്ട് 150 കോടി നേടി ബോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചാവ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമാണ് ചാവ. ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സാംബാജിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത്. ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. 3 ദിവസത്തിനിടെ 150 കോടി രൂപ നേടിയിരിക്കുകയാണ് ചിത്രം. ഈ വർഷത്തെ ഏറ്റവും വലിയ ബോളിവുഡ് ഹിറ്റിലേക്കാണ് ചാവ കടക്കുന്നത്. റിലീസ് ചെയ്ത് 3 ദിവസത്തിനിടെ 140 കോടി നേടിയ അക്ഷയ് കുമാർ ചിത്രം സ്കൈഫോഴ്സിനെയും പിന്നിലാക്കിയാണ് ചാവ മുന്നേറുന്നത്. സാക് നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ആ ബോക്സ് ഓഫീസ് കളക്ഷൻ 165.75 കോടിയാണ് ചാവ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ കളക്ഷൻ 139.75 കോടിയാണ്. സിനിമ വിദേശത്തു നിന്നും 25 കോടിയിലേറെ കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന, അശുതോഷ് റാണ, ദിവ്യ ദത്ത, നീൽ ഭൂപാലം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. രശ്മികയും വിക്കിയും ഒന്നിച്ചുള്ള പ്രൊമോഷനുകൾ ഇതിനകം തന്നെ ശ്രദ്ധ നേടിയിരുന്നു. നേരത്തെ ചിത്രത്തിലെ വിക്കി കൗശലും രശ്മിക മന്ദാനയും അവതരിപ്പിച്ചിരുന്ന ഡാൻസ് സീക്വൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ ഈ രംഗങ്ങൾ ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തുവെന്ന് സംവിധായകൻ അറിയിച്ചു. മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്ത്രീ 2, മീമി, ലൂക്ക ചുപ്പി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ബോളിവുഡ് സിനിമകൾ നിർമ്മിച്ചവരാണ് മഡോക് ഫിലിംസ്. വിക്കിയുടെ കരിയറിലെ തന്നെ നിർണായകമായ ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചാവ. AR റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്.